വയനാട് ചെമ്പ്ര ഇക്കോ ടൂറിസം ഫണ്ട് ക്രമക്കേടിൽ നോർത്തേൺ CCF നിയോഗിച്ച സംഘത്തിന്റെ അന്വേഷണ റിപ്പോർട്ട് 2 ദിവസത്തിനകം സമർപ്പിക്കും. ആരോപണ വിധേയനായ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറുടെയും വനസംരക്ഷണ സമിതി ജീവനക്കാരുടെയും മൊഴി അന്വേഷണ സംഘം രേഖപ്പെടുത്തി. 16 ലക്ഷം രൂപയുടെ തിരിമറിയാണ് 8 വർഷത്തിന് ശേഷം നടത്തിയ ഓഡിറ്റിൽ കണ്ടെത്തിയത്. വയനാട്ടിലെ പ്രധാന ടൂറിസം കേന്ദ്രമായ ചെമ്പ്ര പീക്കിലേക്ക് ട്രക്കിങ്ങിനായി ഈടാക്കുന്ന തുകയിലാണ് വൻ വെട്ടിപ്പ്. ഫീസിനത്തിൽ ലഭിക്കുന്ന തുക വനവികസന കോർപ്പറേഷൻ അക്കൗണ്ടിൽ അടയ്ക്കാതെ ജീവനക്കാർ തിരിമറി നടത്തിയതായാണ് കണ്ടെത്തൽ. ഇത്തരത്തിൽ 16 ലക്ഷം രൂപയുടെ തിരിമറിയാണ് ഇപ്പോൾ നടന്ന ഓഡിറ്റിൽ കണ്ടെത്തിയിട്ടുള്ളത്. 2015-ലാണ് VSSൽ അവസാനമായി ഓഡിറ്റ് നടന്നത്. ക്രമക്കേട് സ്ഥിരീകരിച്ച ഉടൻ വയനാട് സൗത്ത് DFO പ്രത്യേക സംഘത്തെ അന്വേഷണത്തിനായി നിയോഗിച്ചിരുന്നു. ആരോപണ വിധേയരായ ജീവനക്കാരുടെ മൊഴിയെടുക്കുകയും പണം തിരിച്ചടപ്പിക്കുകയും ചെയ്തു. ജീവനക്കാർക്കെതിരെ വകുപ്പുതല നടപടിയും കൈക്കൊണ്ടു. എന്നാൽ സർക്കാർ ഫണ്ട് വെട്ടിപ്പ് ഗുരുതര കുറ്റമായ സാഹചര്യത്തിലാണ് നോർത്തേൺ CCF തുടരന്വേഷണം പ്രഖ്യാപിച്ചത്. ഈ അന്വേഷണ സംഘത്തിന്റെ റിപ്പോർട്ടിന് പിന്നാലെ കുറ്റക്കാരായ ജീവനക്കാർക്കെതിരെ കൂടുതൽ കടുത്ത നടപടിക്ക് സാധ്യതയുണ്ട്. വനം വിജിലൻസും സംഭവത്തെക്കുറിച്ച് അന്വേഷണം നടത്തിവരികയാണ്. 24 വയനാട്.